അടുത്തതായി ഓപ്പറോൺ കോൺസെപ്റ്റ്. എന്താണ് ഓപ്പറോൺ കോൺസെപ്റ്റ്? 1961 ഫ്രാൻസിസ് ജേക്കബ് ജനറ്റിസ്റ്റാണ്, അതുപോലെ ജേക്കബ് മൊണാഡ് ഒരു ബയോകെമിസ്റ്റാണ്. സോ ഫ്രാൻസിസ് ജേക്കബും ജേക്കബ് മൊണാഡുമാണ് 1961 ഓപ്പറോൺ കോൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവന്നത്. സോ അവരാണ് മെക്കാനിസം ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ഈക്കോളൈ ആദ്യമായിട്ട് എങ്ങനെയാണ് ഈക്കോളയിൽ ജീൻ എക്സ്പ്രസ്ഡ് ആവുന്നത് എന്ന് അത് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണെന്ന് ആദ്യം എല്യൂസിഡേറ്റ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്ത് കൊണ്ടുവന്നത് അവരാണ്. അത് mRNA സിന്തസൈസ് ചെയ്യുന്ന ആ ലെവൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ വെച്ചിട്ടാണ് ഈക്കോളയിൽ ജീൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ നടക്കുന്നത് എന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജേക്കബ് മൊണാഡാണ്. സോ ഓപ്പറോൺ കോൺസെപ്റ്റ് പറയുന്നതാണ് ഓരോ മെറ്റബോളിക് റിയാക്ഷനും ഈച്ച് മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ സെറ്റ് ഓഫ് ജീൻസ്. ഏത് മെറ്റബോളിക് റിയാക്ഷൻ ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജീനുകളാണ് എന്നാണ് ഓപ്പറോൺ കോൺസെപ്റ്റ് പറയുന്നത്. സോ ഓപ്പറോൺ കോൺസെപ്റ്റ് പറയുന്നത് ഏത് മെറ്റബോളിക് റിയാക്ഷനും അത് കാറ്റബോളിസം ആണെങ്കിലും അനബോളിസം ആണെങ്കിലും സിന്തസിസ് ആണെങ്കിലും ബ്രേക്ക് ഡൗൺ ആണെങ്കിലും ഏത് മെറ്റബോളിക് റിയാക്ഷനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ജീൻ എന്നാണ് ഓപ്പറോൺ കോൺസെപ്റ്റ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ ദ ജീൻസ് കൺട്രോളിങ്, എല്ലാ ജീനുകളും കൺട്രോളിങ് എ മെറ്റബോളിക് റിയാക്ഷൻ. ഏത് ജീനായിക്കോട്ടെ മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ജീനുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറോൺ. സോ ഓപ്പറോൺ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ജീനാണ്, മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. സോ എല്ലാ ജീനുകളും മെറ്റബോളിക് പാത്വേനെ അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളെ നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നു. സോ ഈച്ച് ഓപ്പറോൺ കൺസിസ്റ്റ് ഓഫ്, ഏത് ഓപ്പറോൺ ആണെങ്കിലും അതിലെന്തൊക്കെ ഉണ്ടാവും? എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ഉണ്ടാവും. ആ ഓപ്പറോണിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ഉണ്ടാവും. ദാറ്റ് ജീൻസ് കോഡ് ഫോർ എൻസൈം. ആ ജീനുകളുടെ പ്രത്യേകത എന്താ? ആ ജീനുകൾ കോഡ് ഫോർ പെർട്ടിക്കുലർ എൻസൈം ആൻഡ് ഇൻവോൾവ് ഇൻ പെർട്ടിക്കുലർ മെറ്റബോളിക് പാത്വേ. ആ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ആ ഓപ്പറോണിൽ എന്തുണ്ട്? ഒരു ഗ്രൂപ്പ് ഓഫ് ജീനുകൾ ഉണ്ടാവും. ആ ജീനുകളാണ് ആ ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ കോഡ് ചെയ്യുന്നത്. ആ എൻസൈമുകളാണ് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള മെറ്റബോളിക് ഓരോ പെർട്ടിക്കുലറായിട്ട് ഓരോരോ ടൈപ്പ് മെറ്റബോളിക് പാത്വേനെയും റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഓപ്പറോൺ ആയിരിക്കും. സോ ഓരോ ഓപ്പറോണിലും ഒരുപാട് ജീനുകളുണ്ട്, ഗ്രൂപ്പ് ഓഫ് ജീനുകളുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ജീനുകളാണ് എൻസൈമിനെ കോഡ് ചെയ്യുന്നത്. അതായത് ആ ഗ്രൂപ്പ് ഓഫ് ജീനുകളാണ് എൻസൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ എൻസൈമുകളാണ് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള ഓരോ ഡിഫറെൻറ്റ് മെറ്റബോളിക് പാത്വേനെയും റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പാത്വേയിൽ ഇൻവോൾവ് ആവുന്നത് ഈ എൻസൈമുകളാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് അത്രയേ ഉള്ളൂ. നമ്മളെ മെറ്റബോളിക് പാത്വേനെ കൺട്രോൾ ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് ജീനുകളാണ് നമ്മൾ പറയുന്ന ഓപ്പറോൺ. ആ ഗ്രൂപ്പ് ഓഫ് ജീനിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. എൻസൈമുകളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ മെറ്റബോളിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറോൺസിന് എക്സാമ്പിളാണ് ലാക് ഓപ്പറോൺ. നമ്മുടെ ഈക്കോളയിൽ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറോൺസുകളാണ് ലാക് ഓപ്പറോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്ടോസ് ഓപ്പറോൺ. രണ്ടാമത്തേത് അറാബ്ഡോസിസ് ഓപ്പറോൺ, ഹിസ്റ്റഡിൻ ഓപ്പറോൺ, വാലിൻ ഓപ്പറോൺ. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറോൺ സിസ്റ്റം ഈക്കോളയിൽ കാണുന്നതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ലാക് ഓപ്പറോൺ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ലാക് ഓപ്പറോൺ പോലെ ഓരോ ഡിഫറെൻ്റ് ട്രിപ്റ്റോഫാൻ, അറാബ്ഡോസിസ്, ഹിസ്റ്റഡിൻ, വാലിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓപ്പറോൺ. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഓരോ ഓപ്പറോണിനും അതിൻ്റേതായ എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനെ റിപ്രസ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേറ്ററും ഉണ്ടായിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള റിപ്രസർ ഉണ്ടായിരിക്കും. സോ ലാക് ഓപ്പറോണിന് ലാക് ഓപ്പറേറ്ററും ലാക് റിപ്രസറും, അതുപോലെ ട്രിപ്പ്, അറാബ്ഡോസിസ്, ഹിസ്റ്റഡിൻ, വാലിൻ ഇവർക്കൊക്കെ അവരുടേതായ ഓപ്പറേറ്ററും അവരുടേതായ സ്പെസിഫിക് റിപ്രസറും ഉണ്ടായിരിക്കും. സോ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റാണ്, ജനറ്റിക് മെറ്റീരിയലാണ്, നമ്മുടെ DNA ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഓപ്പറോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പെർട്ടിക്കുലർ ജീനുകൾ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റീവ് ആക്ടിവിറ്റിയുള്ള ഇതിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലിൽ തന്നെ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു പ്രൊമോട്ടറിന് അടുത്തായിട്ടാണ് ഓപ്പറേറ്ററിൻ്റെ പൊസിഷൻ. സോ ഓപ്പറോൺ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ ആസ് എ റെഗുലേറ്ററി യൂണിറ്റ്.
അത് ആക്ടിവേറ്റ് ചെയ്യുകയോ റിപ്രസ് ചെയ്യുകയോ ചെയ്തിട്ട് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്രോണിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് അതെങ്ങനെയാണ്? സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസത്തിലൂടെ. ആ സിസ്റ്റത്തിനെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്രസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ ഓപ്രോൺ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്.